ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒട്ടും ടൈമില്ല. ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ കുക്ക് ചെയ്യാമെന്ന്. ഞാൻ കുറേ നാളായി കുക്ക് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ വേണ്ട ഐറ്റംസ് ഒന്നുമില്ല. താൽക്കാലികമായിട്ട്, അതായത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഇവിടെ വേണ്ട എല്ലാ സാധനങ്ങളും ഇല്ല. അപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് നമുക്കൊരു ലഞ്ച് റെഡിയാക്കാം. ഇപ്പോൾ തന്നെ ടൈം ഒരുപാട് പോയി, അപ്പോൾ സമയമില്ല. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇന്ന് സാമ്പാർ വയ്ക്കാമെന്നായിരുന്നേ പ്ലാൻ. പക്ഷേ പരിപ്പ് ഇതേ ഇത്രയേ ഉള്ളൂ. ഞാനാണെങ്കിൽ അവിടെ മൊത്തവും തപ്പി, വേറെ പരിപ്പൊന്നുമില്ല. പിന്നെ എനിക്ക് കിട്ടി കടലപ്പരിപ്പ്. ഇത് വെച്ചിട്ട് ഞാൻ ഇന്നേ വരെ സാമ്പാർ വെച്ചിട്ടില്ല. വേറെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ സാമ്പാറിന് വേണ്ട പരിപ്പില്ല. അപ്പോൾ ഈ പരിപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച സ്ഥിതിക്ക് നമുക്കിത് വെച്ച് ചെയ്ത് നോക്കാം. ഞാൻ വീട്ടിലൊന്നും വിളിച്ച് ചോദിക്കാനുള്ള, ഇത് വെച്ച് ചെയ്താൽ കുഴപ്പമുണ്ടോ കുഴപ്പമില്ലേ. എന്തായാലും എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ചെയ്യാൻ പോവാം. ഇവിടെയാണ് ഞാൻ വലിയൊരു മിസ്റ്റേക്ക് ചെയ്തത്. ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ട് രണ്ടിൻ്റെയും വേവ് രണ്ട് തരത്തിലായിരുന്നു. എന്തായാലും ഒരു കുക്കിംഗ് വ്ലോഗല്ല. കാരണം ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഞാൻ വേഗം മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ കുക്കറിലേക്ക് ആഡ് ചെയ്തു. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. കുറേ നാളായിട്ട് കിച്ചണിൽ കയറാത്തതുകൊണ്ട് എനിക്ക് സാധനങ്ങൾ എവിടെയൊക്കെ ഇരിക്കണമെന്നൊരു പിടിയില്ല. അപ്പം അതൊരു സ്ട്രഗിളായിരുന്നു. തപ്പിക്കിട്ടിയ അരിയൊക്കെ എടുത്ത് ഞാനിപ്പോൾ വെള്ളത്തിൽ കുതിർത്തിയിടാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് ആയി കിട്ടുമല്ലോ. കറക്റ്റ് സമയത്ത് കറണ്ടും പോയി. ഇനിയിപ്പോൾ ബാക്കി പരിപാടികൾ ഇൻഡക്ഷനിൽ കുക്ക് ചെയ്യണമെന്ന് ഞാൻ പിന്നെ ചാള വൃത്തിയാക്കാൻ കയറി. ആ സമയത്ത് തന്നെ ഇടയ്ക്ക് കറണ്ട് വന്നായിരുന്നു. ഞാനപ്പോഴത്തേക്ക് ഇൻഡക്ഷനൊക്കെ വീണ്ടും ഓണാക്കി അരിയൊക്കെ വെച്ചു. പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ചേട്ടൻ എന്നെ കുക്ക് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, എനിക്ക് കുക്ക് ചെയ്യാനും പറ്റൂലായിരുന്നു ഉള്ളത് കൊണ്ട് ഓണം പോലെ. വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ കൈ ചെറുതായിട്ടൊന്ന് പോറിയതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി ഞാൻ ചാള നല്ലോണം വൃത്തിയാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ വറുക്കാനുള്ള മസാല റെഡിയാക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ സ്വല്പം എണ്ണയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. സാധാരണ ഒരു വിസിലാണ് ഞാൻ പരിപ്പ് എടുത്തിട്ട് പിന്നെ കഷ്ണങ്ങൾ ഇടാം. അപ്പോൾ ധൃതിയിൽ ഞാൻ ആ പരിപ്പ് വെന്തോന്ന് നോക്കാൻ മറന്നുപോയി. എനിവേ, അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്നും കൂടി കുക്കറിൽ വയ്ക്കുകയാണ്. കായയും പയറിനും വേണ്ടിയിട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം ഫസ്റ്റ് തന്നെ. അപ്പം അതിന് വേണ്ടിയിട്ട് പുളി ഞാൻ നല്ലോണം വെള്ളത്തിലിട്ട് ഞെരടി സെറ്റാക്കാണ്. ഇനിയുള്ള സ്പീഡിയാണ് കാര്യങ്ങൾ. കടുകൊക്കെ ഇട്ട് പൊട്ടിത്തെറിച്ചു. വേവ് കുറവുള്ള വെജിറ്റബിൾസൊക്കെ ഈ സമയത്ത് ഞാൻ ഇട്ടൊന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ എസ്പെഷ്യലി ഉടഞ്ഞു പോകാണ്ട് എനിക്ക് കിട്ടാറുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ. കായം കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിന് സാമ്പാർ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നല്ലോണം ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കും. അപ്പോഴാണ് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നാറ്. അടുത്ത വശത്ത് അരി കുതിർന്നിട്ടുണ്ട്, അത് ഞാൻ കുക്കറിൽ വെച്ചു. അടുത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ സാമ്പാർ ഒരു വഴിയിൽ ചോറ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കായയും ചിനിയും തോരൻ വയ്ക്കാനുണ്ട്. കുറേ പണി ബാക്കിയുണ്ട്.
ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിച്ച് റെഡിയായി നിൽക്കാൻ. ചേട്ടൻ വരുമ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കണം, സർപ്രൈസ് കൊടുക്കണം. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇച്ചിരി എണ്ണയേ ഉള്ളൂ. ഞാൻ എയർ ഫ്രയറിൽ ഇതുവരെ ചാള വറുത്തിട്ടില്ല. അങ്ങനെ ചെയ്താലോ എന്ന് വിചാരിക്കുക ഞാനിപ്പോൾ. ബിക്കോസ് ഇത്ര എണ്ണയാണ് ഉള്ളത്. ഓക്കെ, ഐ ഹാവ് ഡിസൈഡഡ് ഞാൻ എയർ ഫ്രയറിലാണ് ചാള വറക്കാൻ പോകുന്നത്. അങ്ങനെ സാമ്പാർ റെഡിയായി. ഇനി അടുത്തത് ചാള വറുക്കാനായിട്ട് ഇടാം. ചാള വറുക്കാനായിട്ട് ഞാൻ ഓരോന്നായിട്ട് ഇടുന്നുണ്ട്. ഇതിന് മുമ്പ് ചെയ്തത് വീഡിയോ റെക്കോർഡ് ഓണായില്ല. അങ്ങനെ ഞാൻ കായം അച്ചിങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പണികളൊക്കെ തീർന്നു. അപ്പോൾ ഒരു വശം അത്യാവശ്യം ഫ്രൈ ആയി. അപ്പോൾ ഞാൻ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. കാര്യമെല്ലാം തട്ടിമുട്ടി റെഡിയായെങ്കിലും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഇപ്പം എന്താ അവസ്ഥ എന്ന് വെച്ചാൽ നല്ലോണം കാല് വേദന എടുക്കുന്നുണ്ട്. വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. ആ പരിപ്പ് വെന്ത് ഫുള്ള് കുറുകി കിട്ടണതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പം ആ ഒരു സംഭവമുണ്ട്. ഇതൊക്കെ ഓരോ ലേണിങ്സാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ കുളിക്കാനാണ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനും വന്നു. എല്ലാം പിന്നെ സടപടേന്നായിപ്പോയി. അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ പിന്നെ ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങളെല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചാള വറുത്തത് ഒന്നുപോലും ബാക്കിയില്ല. ആ കഴിച്ചതിൻ്റെ സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തായിരുന്നു, അതാണിത്. അപ്പോൾ യെസ്, ഐ ഹോപ്പ് യു ലൈക്ഡ് മൈ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.